ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അതിൻ്റെ അകത്തെ കമൻറ്റൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് ഇല്ലയെന്ന്. സോ അതിന് പരിഹാരമായിട്ട് ഞാൻ സൂൺ തന്നെ ഒരു മൈക്കും ഒരു ട്രൈപോഡും ഞാൻ ഓർഡർ ചെയ്തു. ഇതാ വന്നു. സോ ഇതിൻ്റെ അകത്തെങ്കിലും എൻ്റെ വോയിസ് ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർഫ്യൂം കളക്ഷനാണ്. എന്നോട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരെണ്ണം പെർഫ്യൂം ആയിരിക്കും. സോ എനിക്കങ്ങനെ ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കെപ്പോഴും നല്ല ഫ്രൂട്ടി ഫ്ലോറൽ സ്മെല്ലൊക്കെയാണ് എനിക്കിഷ്ടം. എൻ്റെ പെർഫ്യൂം മാത്രമല്ല, ബോഡി മിസ്റ്റുകളും ഉണ്ടാവും. അതിൻ്റെ അകത്ത് മിക്കതും തന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേ ആയിരിക്കും. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അത് കാണിക്കാമെന്ന്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഓക്വേർഡായിട്ട് തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂം ഭയങ്കര കുഞ്ഞാണ്. അപ്പോൾ ഉള്ള സ്പേസിലാണ് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും മാറ്റി വയ്ക്കാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മിക്ക വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുകയും ചെയ്യാം. എന്താണേലും ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണമല്ലോ. അപ്പം ഒത്തിരി സംസാരിച്ചിരിക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ട് 2 വർഷം എന്ന് വെച്ചാൽ ഞാൻ UK വന്നിട്ട് 2 വർഷമായല്ലോ. 2 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്കിത് സാധനം കയ്യിൽ കിട്ടിയത്. ഞാൻ മിക്കപ്പോഴും ഏത് കടയിൽ ചെന്നാലും ഞാനത് വാങ്ങാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എന്താണെന്ന് അറിയത്തില്ല, അതുമാത്രം വാങ്ങത്തില്ല. വേറെ ഏതെങ്കിലും പെർഫ്യൂം വാങ്ങി വരും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓഫറിൽ കണ്ടപ്പോൾ ഞാനതങ്ങ് വാങ്ങി. അതാണ് ഈ സാധനം. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് അടിച്ചിരുന്നത്. ഇത് മാർക്ക് ജേക്കബ്സിൻ്റെ ഡെയ്സി വൈൽഡാണ്. ഇൻറ്റൻസ് ആണ്. ഇതിന് നമ്മുടെ പഴമില്ലേ, പഴത്തിൻ്റെ അതേ സ്മെല്ലാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്മെല്ല്. പിന്നെ ഇതിൻ്റെ കുപ്പി നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഓക്കെ, ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 to 6 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. അതേ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ അടുത്തത്, ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി മിസ്റ്റാണ്. ഇത് ആക്ച്വലി നാട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെ നിന്നല്ല വാങ്ങിയത്, നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ചേച്ചി വന്നപ്പോഴത്തേക്കും ചേച്ചി വാങ്ങിയതാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് കുറച്ചും കൂടി ഒരു മെൻ ടച്ച് ഒരു സ്മെല്ലാണ്. ഇത് വാനില ഫ്ലേവർ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് വാനില ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് 2400 ആണ് ഇന്ത്യൻ പ്രൈസ്. പക്ഷേ ഇത് എന്തായാലും ഓഫറിൽ കിട്ടിയതാണ്. ഓഫറിൽ വാങ്ങിയതായിരിക്കും. ഇങ്ങനെ 3 എണ്ണം വാങ്ങിയാൽ 5000 അങ്ങനെയൊക്കെ നമുക്ക് ചില സമയത്ത് നൈക്കയിൽ വരും. അങ്ങനെ വാങ്ങിയതായിരിക്കണം. കാരണം ഇതെൻ്റെ ചേച്ചിയാണ് വാങ്ങിയത്. പിന്നെ അടുത്തത് ഇതും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഊതാണ്. ഡാർക്ക് വെൽവെറ്റ് ഊത്. എനിക്ക് ഊതും അത്തറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഫ്ലോറൽ ഊത് അത്തർ അതൊക്കെയാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ ഇഷ്ടമുള്ളൊരു ടച്ച് എന്ന് പറയുന്നത്. ഇതിവിടെ വെറും 5 poundsന് കിട്ടിയതാണ്. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, നമുക്കിവിടെ ചില സമയത്ത് നമുക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. ഔട്ട്ലെറ്റിൽ ചെന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ചില സമയത്തൊക്കെ ഓഫറിന് 5 poundsനൊക്കെ കാണാൻ പറ്റും. ഇത് ശരിക്കും നമ്മുടെ സാൻഡൽവുഡൊക്കെ ഇല്ലേ, സാൻഡൽവുഡിൻ്റെ അത്തറിൻ്റെ മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ സാധനം. ഇത് അത്തറിൻ്റെ സ്മെല്ല് അല്ല, സാൻഡൽവുഡിൻ്റെ സ്മെല്ലായതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ ഡ്രസ്സിലാണെങ്കിലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഞാനിവിടെ ഹാഫ് വരെ ആക്കിയത്. ഹാഫ് വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഉപയോഗിക്കില്ല. കാരണം തീരുമോ എന്നുള്ള ടെൻഷൻ കാരണം. അടുത്തത്, ഇത് സാമന്ത റൂത്തിൻ്റെ, ഇതിൻ്റെ സ്റ്റിക്കർ പോയി കേട്ടോ. ഇത് സാമന്ത റൂത്തിൻ്റെ ഞാനിങ്ങനെ വേറൊരു യൂട്യൂബ് ചാനലിൽ ഇതിങ്ങനെ അടിച്ചപ്പോൾ, ഇത് മധുരൈ ജാസ്മിനാണ്. ഇത് അടിച്ചപ്പോഴത്തേക്കും നല്ലതാണ്, ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, മധുരൈ ജാസ്മിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ്റെ സ്മെല്ലാണ് ഇതിന്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ലാസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. മൈൽഡ് ജാസ്മിൻ
അങ്ങനെ പറയാം. ഒരു മൈൽഡ് ജാസ്മിൻ്റെ സ്മെല്ലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഇനി കറക്കി കാണിക്കുന്നതിൽ പക്ക ജാസ്മിൻ്റെ സ്മെല്ല് അല്ലേ വേണ്ട, ഞാനിപ്പോൾ കാണിക്കാം. ജാസ്മിൻ്റെ സ്മെല്ലുള്ള പെർഫ്യൂമുണ്ട്, അതാണിത്. ഇത് ജാസ്മിൻ്റെ അത്തറാണ്. ഇവിടെ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ്. അല്ലാതെ ഇവിടുന്ന് വെറും എത്രയോ 7 പൗണ്ട്സ് ഏതാണ്ടേ ഉള്ളൂ ആമസോണിൽ. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് നമ്മൾക്ക് നല്ല മണമാണ്. ഞാനിത് ഡ്യൂട്ടിക്ക് പോയി അടിക്കാൻ നേരത്തെ എന്നോട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ചോദിക്കാനുള്ളതാണ്. പക്ക ജാസ്മിൻ. നല്ല, എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജൂഹി എന്നുള്ള പേര് ഹിന്ദിയിൽ ജാസ്മിൻ എന്നാണ് അതിൻ്റെ ഇത്. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെടുത്തത് ലത്താഫയുടെയാണ്, ലത്താഫ കംബ്ര. ഓക്കെ, ഇതടിക്കുമ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇതാണോ എന്നറിയില്ല, ഇത് മെന്നിൻ്റെയാണ്. ഞാനങ്ങനെ ഫ്രാഗ്രൻസിൽ മെൻ മൂവ്മെൻറ്റ് അങ്ങനെയൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതങ്ങനെ എടുക്കുന്നു. ഇത് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിന് പ്ലം കേക്കില്ലേ, ക്രിസ്മസിനൊക്കെ പ്ലം കേക്ക് കിട്ടാത്തവർ ഇതടിച്ച് മണത്ത് ആശ്വസിക്കാവുന്നതാണ്. പ്ലം കേക്കിൻ്റെ മണമാണ് ഈ ലത്താഫ കംബ്രയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ബോട്ടിൽ, ഇതിൻ്റെ കവറ് ഒക്കെ ഭയങ്കര ലക്ഷറി ടച്ചാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എന്തായാലും 30 ബിലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. 30 പൗണ്ട്സിൻ്റെ ബിലോ എങ്ങാണ്ട. ഇതിങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലത്താഫ എന്ന് എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെ വാങ്ങിയതാണ്. ഇത് ലാൻകോം. ഇത് ഞാനാണെങ്കിൽ ഫെറിയിൽ പോയപ്പോൾ, സ്കോട്ട്ലൻഡ് ഫെറിയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് ലാൻകോമാണ്. ലാൻകോമിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതിന് 100 പൗണ്ട്സ്. അന്ന് ഫെറിയിൽ നിന്ന് വാങ്ങിയപ്പം ഒരു 90, കറക്റ്റ് 100 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, 90 to 100 പൗണ്ട്സിൻ്റെ ഇടയ്ക്കായിരുന്നു. 100 ml ഇത് നല്ല ലാസ്റ്റിംഗ് ആട്ടോ. ഇതാണ് മിക്ക സ്റ്റാഫുകളുടെ കയ്യിലും ഉള്ളത്. അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മിക്ക ഫോറിൻ സ്റ്റാഫുകളുടെ അടിക്കുന്ന പെർഫ്യൂം ഇതാണ്. ഇത് ഞാൻ അടിച്ചടിച്ചത് നല്ലോണം ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് ഞാൻ അടിച്ചടിച്ച് ഇത് മോർ ദാൻ ഹാഫായി. അതുകൊണ്ട് ഇനി ഞാനിത് പയ്യെ പതുക്കെ ഇത് യൂസ് ചെയ്തുള്ളൂ. അത്രയും നല്ല ഒക്കേഷൻ വന്നാൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അത് ഇനി ഇത് ഡാഡിയും മമ്മിയും നാട്ടിലല്ല ഇവിടെ വന്നപ്പോഴത്തേക്കും വിസിറ്റിങ്ങിന് ഇവിടെ വന്നിരുന്നു. അപ്പോഴത്തേക്കും ഡാഡി ഇത് ചുമ്മാ റഫ്യൂസിന് വാങ്ങിയതാണ് എംബാൻഡസിന്ന്. ഞാൻ പക്ഷേ എനിക്ക് പെർഫ്യൂം ബ്രാൻഡാണല്ലോ, എനിക്ക് അപ്പം അടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം എനിക്കെന്തോ ഇഷ്ടമല്ല. ഇത് മെൻ്റെ പെർഫ്യൂമാണ്, എംബാൻഡസിന്ന് വാങ്ങിയതാണ്. വെർബീനാന്നോ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇതിന് ഒരു പെപ്പർമിൻറ്റിൻ്റെ ഒക്കെ ഒരു മണം. ഇത് ലാസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ചെയ്യില്ല. ഇതാണ് സാധനം. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണോ അതോ എന്താണോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെ കാണിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഇപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ പാട് മനസ്സിലാവുള്ളൂ. അടുത്തത് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ. ഇതും നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും എൻ്റെ ചേച്ചി കൊണ്ടുവന്ന പെറ്റൽ പരാഡ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ മണം ഇതെനിക്കിഷ്ടമാട്ടോ. ഇതിൻ്റെ മണം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൽ സ്മെല്ലാണ് ഇതിന്. നല്ല എനിക്കിഷ്ടമുള്ളൊരു സ്മെല്ലാണ് ഇതിന്. അത് തന്നെ പെറ്റൽ എന്ന് പറഞ്ഞ, പെറ്റലിൻ്റെ പേര് പോലെ തന്നെ ഒരു ഫ്ലോറൽ സ്മെല്ല്, പെറ്റൽസ്. എനിവേ, ഇതാണ് ഞാൻ ഇവിടെ യു കെയിൽ ബാത്ത് ആൻഡ് ബോഡി വർക്സിന് ഇതിന് 18 പൗണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ബാത്ത് ആൻഡ് ബോഡി വർക്സ് ഇത് തീർന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ വർഷം വാങ്ങിയതാണ്.
ഇത് തീർന്നു. വിൻ്റർ ക്യാൻഡി ആപ്പിൾ. ഇതിൻ്റെ ബോഡി ലോഷനും എനിക്കുണ്ടായിരുന്നു. ഐ ലവ് ഇറ്റ്. തീർന്നത്. ഓ, ഇതിന് നമുക്ക് ആപ്പിളിൻ്റെ സ്മെല്ല് നമുക്ക് കഴിക്കാൻ തോന്നും. ഓ, ഇത് നല്ല സ്മെല്ലാട്ടോ. ഇത് പക്ഷേ ഇനി ഇതിൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ പുതിയ വേരിയൻ്റ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇറക്കുമ്പം പഴയത് കാണാറില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആണെങ്കിലേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടില്ല. ആക്ച്വലി നെക്സ്റ്റിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാർട്ടായിട്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ചില ഷോപ്പിലൊക്കെ കാണാം. അങ്ങനെ ഇതാണ് ഞാനാണെങ്കിൽ ഡെയ്സി വാങ്ങാനായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ആദ്യം കാണിച്ച പെർഫ്യൂം ഇല്ലേ, പക്ഷേ 1 മില്യൺ ഞാനിങ്ങനെ ഓരോ യൂട്യൂബ് ചാനൽ കണ്ട് എന്തോ എനിക്ക് 1 മില്യൺ വാങ്ങണം തോന്നി. അതിൻ്റെ ബോട്ടിലൊക്കെ നമ്മുടെ ബിസ്ക്കറ്റ് പോലെ, മറ്റേ സ്വർണ്ണ ബിസ്ക്കറ്റ് പോലെയൊക്കെ ഇരിക്കുന്ന കണ്ട് എനിക്ക് അത് വാങ്ങണം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സ് മാറി. ഞാനങ്ങനെ 1 മില്യൺ ആണ് അന്ന് ഫെറിയിൽ നിന്ന്, ലാൻകോമും 1 മില്യണും ആണ്. ഫെറി അല്ലല്ലോ, അതെ ഫെറിയിൽ നിന്ന് ഞാൻ വാങ്ങിയത് അതാണിത്. പക്ഷേ ഇത് മോർ ലൈക്ക് മെൻ ടച്ചാണ്. ഓക്കെ, ഇതിങ്ങനെ ഫീമെയിൽ ടച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. 1 മില്യൺ പാർഫൂം. ഒരു മെൻ കൈൻഡ് ആ സ്മെല്ലാണ്. ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു 4 to 6 hours അത്രേ പറയാൻ പറ്റുള്ളൂ. ലോങ് ടേം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിനും സാൻഡൽവുഡ് അങ്ങനത്തെ ഒരു കറക്റ്റ് സാൻഡൽവുഡൊന്നുമല്ല, എന്താ പറയുക, നമുക്ക് നമ്മുടെ മനസ്സിൽ ഊത് അത്തറിലും തന്നെ പല ഫ്ലേവറുണ്ട്. ഇങ്ങനെ ഞാൻ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു സ്മെല്ല് വരില്ലേ, ആ സ്മെല്ല് തന്നെയാണ് ഇതിന്. എനിവേ ഭയങ്കര തിളക്കമാണ് കേട്ടോ. ബോട്ടിൽ കാണാൻ നല്ല ലക്ഷറി ടച്ച്. ഇതിന് എത്രയാണ്, 80-70 പൗണ്ട്സ് ഏതാണ്ടുണ്ടായിരുന്നു 100 ml. ഈ ഫെറിയിൽ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ പ്രൈസ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ കുറവായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. എനിവേ, ഇനി അടുത്തതും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി മിസ്റ്റാണ്. ഇതെനിക്കിഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളത് പകുതി ചെയ്തിട്ടില്ലേ, മോർ ദാൻ ഹാഫ് ആയി വന്ന് നിൽക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പം ഒരു ആൽക്കഹോൾ സ്മെല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് വേപ്പറൈസായി വരുമ്പോഴത്തേക്കും ഇതിന് ഫ്ലോറൽ മണമാണ്. അങ്ങനത്തെ ഒരിതാണ്. ഇതും ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി മിസ്റ്റ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ബോഡി മിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 to 4 hours ഒക്കെ നമ്മുടെ ബോഡിയിൽ ലാസ്റ്റ് ചെയ്യും. ഇതും ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്കും, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് നാട്ടിൽ പോയത്. നാട്ടിൽ പോയിട്ട് വന്നപ്പം വാങ്ങിയതാണ്. ഇതിൻ്റെ ബോഡി ലോഷനും എൻ്റെ കയ്യിലുണ്ട്. വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യുവർ സെഡക്ഷൻ. ഇതും ആദ്യം അടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുക ഒരു ആൽക്കഹോൾ സ്മെല്ലാണ്. അത് കഴിഞ്ഞ് വേപ്പറൈസായി വരുമ്പോഴത്തേക്കും ഒരു പെറ്റൽസിൻ്റെയൊക്കെ സ്മെല്ല് വരും. ഇതിനകത്ത് പീച്ചിൻ്റെ ഫോട്ടോ എന്തോന്ന് കൊടുത്തിരിക്കുന്നത്. ഡേ ഡ്രീം. ഇതിന് 2700 എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ 1000-നാന്ന് തോന്നുന്നു, 1000 സംതിങ്ങിനാണ് കിട്ടിയത്. നൈക്കേന്ന് വാങ്ങിയതാണ്. നൈക്കേന്നല്ലേ, അതെ നൈക്കേന്ന് വാങ്ങിയതാണ്. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി മിസ്റ്റുകൾ അല്ലാതെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് മാത്രമല്ല, ഏത് ബോഡി മിസ്റ്റ് ഉപയോഗിച്ചാലും അതിൻ്റെ തന്നെ ബോഡി ലോഷനും കൂടെ ഇട്ടാലേ മോർ ദാൻ 3 ഒക്കെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ സാധനം തന്നെ, ബോഡി ലോഷനും ബോഡി മിസ്റ്റും ഉപയോഗിക്കണം. ബോഡി ഷവറും ഉണ്ട് ഇതിൻ്റെയൊക്കെ. അത് ഞാൻ അങ്ങനെ 3 ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എന്നാൽ മോർ അതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഇതും സാമന്തയുടെ സീക്രട്ട് ആൽക്കമിസ്റ്റിൻ്റെ. ഞാൻ മധുരൈ ജാസ്മിൻ സാമന്തയുടെ സീക്രട്ട് ആൽക്കമിസ്റ്റാന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതും അതിൻ്റെ തന്നെ കേട്ടോ. ഇത് സീക്രട്ട് ആൽക്കമിസ്റ്റ് സാമന്തയുടെ റോസ് ഊതാണ്. ഓക്കെ, ഇത് റോസ് ഊതാണ്. 100 ml. ഇതും ഞാൻ നൈക്കേന്ന് ഓർഡർ ചെയ്തതാണ്. കറക്റ്റ് റോസിൻ്റെ മണം. എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഡ്യൂട്ടി പോകുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ അടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഊത അത്തർ.
എൻ്റെ ജീവന. അടുത്തത് ഡാർക്കിസ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ. ഇതിന് കുറേ റേറ്റിംഗ് ഉള്ള 2 സാധനങ്ങളാണ് ഇത് എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ജാപ്പനീസ് ബ്ലോസവും ഡാർക്കിസും. ഇതിൻ്റെ ബോഡി ലോഷനും എൻ്റെ കയ്യിലുണ്ട്. ഡാർക്കിസ് പറയണ്ടല്ലോ, നല്ല ഫ്രൂട്ടി സ്മെല്ലാണിത്. നല്ല മൈൽഡ് സ്മെല്ല്. എൻ്റെ ഒരു പെർഫ്യൂം അടിച്ചാലും തലവേദന എടുക്കുന്ന സ്മെല്ലില്ല. കാരണം എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതാണ്. ഞാൻ തലവേദനയുള്ള ഒരു പെർഫ്യൂമും ഞാൻ വാങ്ങത്തില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജാപ്പനീസ് ബ്ലോസം. ഇതിൻ്റെ കവറൊക്കെ പോയിരിക്കുവാണ്. സോറി, അങ്ങോട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിന് നമ്മുടെ പൗഡറിൻ്റെ ഒക്കെ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജാപ്പനീസ് ചെറി ബ്ലോസം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കാണിച്ചാൽ ഞാൻ. ഇതിന് നമ്മുടെ കറക്റ്റ് പൗഡറിൻ്റെ മണം. ഈ ഏത് പൗഡറാന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിക്കൂറയുടെ ഒക്കെ മണമില്ലേ, കുട്ടിക്കൂറ, ആ സാധനത്തിൻ്റെ മണമാണ്. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും പെർഫ്യൂമാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് എപ്പോൾ സാലറി വന്നാലും ഞാൻ പെർഫ്യൂം വാങ്ങാനാണ് നോക്കുക. കാരണം എനിക്ക് പെർഫ്യൂമാണ് ഭയങ്കര ഇഷ്ടം. പെർഫ്യൂമും മേക്കപ്പും ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. അല്ല കേട്ടോ, ജ്വല്ലറിയും ഉണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വരും. എനിവേ, എനിക്ക് പെർഫ്യൂം ഭയങ്കര കാര്യമാണ്. ഏതെങ്കിലും കാര്യത്തിന് ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ ഞാനിങ്ങനെ ഇത്ര ആയല്ലോ, അതേമേ ഇത്ര ആയല്ലോ എന്ന് ഓർക്കും. പക്ഷെ ഞാനങ്ങനെ അത്ര ആയല്ലോ എന്ന് ഓർക്കാത്തൊരു സാധനം നോക്കി വാങ്ങുമെന്നുണ്ടെങ്കിൽ അതെന്തായാലും പെർഫ്യൂം ആയിരിക്കും. പെർഫ്യൂം വാങ്ങുമ്പോൾ എന്തായാലും നല്ലതേ വാങ്ങാവുള്ളൂ എന്നുള്ളൂ ഒരിതെനിക്കുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റിൽ മറ്റേ കാരലീന ഹെറേറയുടെ ഷൂ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അത് ഹോപ്പ്ഫുള്ളി എനിക്ക് സൂൺ വാങ്ങാൻ പറ്റുമായിരിക്കണം. എനിവേ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കോമെൻറ്റ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.